നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സംസ്ഥാനത്തെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് 12 പേർ കൂടി COVID-19 സ്ഥിരീകരിച്ചെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 44,390 പേർക്കാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണം. കൊറോണ ബാധ സ്ഥിരീകരിച്ചതിൽ 5 പേർ എറണാകുളം ജില്ലയിലും 6 പേർ കാസർഗോഡ് ജില്ലയിലും ഒരാൾ പാലക്കാട് ജില്ലയിലും ഉള്ളവരാണ്. പാലക്കാട് ജില്ലയിലുള്ളയാൾ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതോടുകൂടി കേരളത്തിൽ ഇതുവരെ 40 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 3 പേർ ആദ്യഘട്ടത്തിൽ രോഗമുക്തി തേടിയിരുന്നു. നിലവിൽ 37 പേരാണ് രോഗം സ്ഥിരീകരിച്ച വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 168 ലോകരാജ്യങ്ങളിൽ COVID-19 പടർന്നു പിടിച്ച സാഹചര്യത്തിലും കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 44,390 പേർ നിരീക്ഷണത്തിലാണെന്ന വാർത്തയും പുറത്തുവരുന്നു. ഇവരിൽ 44,165 പേർ വീടുകളിലും 225 പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. 56 പേരെ ഇന്ന് ആശുപത്രികളിലും 13,632 പേരെ വീടുകളിലും നിരീക്ഷണത്തിലാക്കിയിട്ടുമുണ്ട്. 5,570 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. കാസർഗോഡിലെ ആ മനുഷ്യന്റെ അവസ്ഥയാണ് അതിലേറെ പരിതാപകരം. നാട്ടിൽ വന്ന ശേഷം കല്യാണ പരിപാടികളിലും മറ്റ് നിരവധി സ്വകാര്യ ചടങ്ങുകളിലും ഇയാൾ പങ്കെടുത്തിരിക്കുന്നു. അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും ഇയാൾ കറങ്ങി നടക്കുകയും ചെയ്തിരിക്കുന്നു. തൽഫലമായി 2 MLA-മാരടക്കം നിരവധി പേരെയാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ ആക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ ഇനി വേണ്ടിവരുമെന്നും വ്യക്തമാണ്. ഇതിനുള്ള ഉത്തരവ് ഉടൻ തന്നെ ഇറക്കുകയും ചെയ്യും. ഇനി വരുന്ന 2 ആഴ്ച ആരാധനാലയങ്ങളും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടി വരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കാസർഗോഡ് രോഗം സ്ഥിരീകരിക്കപ്പെട്ട മറ്റ് 2 പേരുടെ വിശദാംശങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. COVID-19 സാഹചര്യം കേന്ദ്ര സർക്കാർ ഗൗരവമായി എടുത്തത് മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി അനുസരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനതാ കർഫ്യൂവിനോട് സർക്കാർ പൂർണ്ണമായും സഹകരിക്കും. അന്നേ ദിവസം KSRTC മെട്രോ അടക്കമുള്ള സർവീസുകൾ ഉണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എല്ലാ പരീക്ഷകളും റദ്ദാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ മറ്റിടങ്ങളിൽ പരീക്ഷ നടത്താനാവില്ല. അതിനാലാണ് എല്ലായിടത്തും പരീക്ഷ റദ്ദാക്കിയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ഓഫീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ ഒരാഴ്ചയാണ് അടച്ചിടുന്നത്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും രാവിലെ 11 മണി മുതൽ 5 മണി വരെ മാത്രമേ തുറക്കാവൂ. എല്ലാ ക്ലബ്ബുകളും 2 ആഴ്ച അടച്ചിട്ടേ തീരൂ. ഒരുമിച്ചുള്ള ജുമാ നമസ്കാരം വരെ ഒഴിവാക്കണം. കോവിഡ് പ്രതിരോധ നടപടികളോട് സഹകരിക്കണമെന്ന് ഇതുവരെ എല്ലാവരോടും അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും ഇനി അങ്ങോട്ട് കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കോവിഡിന് എതിരായ പോരാട്ടത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരും കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ജനതാ കർഫ്യൂവും മറ്റു നിയന്ത്രണങ്ങളും കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ബാധകമല്ലെന്നും മുൻകരുതൽ നടപടികളുടെ ഭാഗമായി സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും ഓരോ ഓഫീസിലെയും സെക്രട്ടറിക്കും വകുപ്പ് മേധാവിക്കും ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളിൽ വസ്തുനികുതിയും വ്യാപാര നികുതിയും അടയ്ക്കുവാൻ ഏപ്രിൽ 30 വരെയാണ് ആ സമയം അനുവദിച്ചതെന്നും റവന്യൂ റിക്കവറി നടപടികൾ ഏപ്രിൽ 30 വരെ നീട്ടിവെച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.